ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ലെസൻ്റെ സമ്മറിയാണ്. ഈ ഒരു ലെസൺ ഒരു ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ്, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമാണ്. ഈ ലെസൺ എഴുതിയിരിക്കുന്നത് ജപ്പാൻ ചലച്ചിത്ര അഭിനേത്രിയും ടെലിവിഷൻ അവതാരകയുമായ ടെറ്റ്സുക്കോ കുറോയാനഗിയാണ്. ജപ്പാനീസ് നഗരമായ ടോക്കിയോയിൽ ടോട്ടോചാൻ എന്ന ആത്മകഥ അവരെ പ്രശസ്തിയുടെ നെറുകയിലെത്തിച്ചു. ഈ ഗ്രന്ഥം ലോകവ്യാപകമായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് വഴിതെളിച്ചു. യുനെസ്കോയുടെ ഗുഡ് വിൽ അംബാസിഡർ, വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ഉപദേശക എന്ന പദവികളും അവർ വഹിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രശസ്തയായ അവർ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ജാപ്പാനീസ് താരങ്ങളിൽ ഒരാളായി കാണപ്പെടുന്നു. ടെറ്റ്സുക്കോ കുറോയാനഗിയുടെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന കഥ കടൽ തീരത്തെ ഒരു ചൂട് നീരുറവിലേക്കുള്ള ഒരു സ്കൂൾ വിനോദയാത്രയുടെ ഹൃദയസ്പർശിയായ വിവരണമാണ്. കുട്ടികളുടെ സന്തോഷം, സാഹസികത, പഠനാനുഭവങ്ങൾ എന്നിവ ഇതിൽ പകർത്തിയിരിക്കുന്നു. ഈ കഥ ടോട്ടോചാൻ ദി ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ എന്ന പുസ്തകത്തിൻ്റെ ഭാഗമാണ്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടറാണ് ടോട്ടോചാൻ എന്ന പെൺകുട്ടി. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. വേനലവധിക്കാലം അവസാനിച്ചു. അവസാനം ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് ട്രിപ്പ് പോകാനുള്ള ദിവസം വന്നു. ടോമോയിലെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രധാന സംഭവമായിരുന്നു. ഷിസുഓക്കയിലെ ഇസു പെൻസുലയിലുള്ള ടോയ് എന്ന സമുദ്രതീരത്തുള്ള ഒരു സ്കൂളിലേക്കാണ് ട്രിപ്പ്. അവിടെ കടലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അവിടെ കുട്ടികൾക്ക് നീന്താം, ചൂടുവെള്ളത്തിൽ കുളിക്കാം. 3 പകലും 2 രാത്രിയും നീണ്ടു നിൽക്കുന്ന ഒരു ടൂറാണത്. അവിടെ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛന് ഒരു അവധിക്കാല വീടുമുണ്ട്. ടോമോയിൽ നിന്നും 50 കുട്ടികളുണ്ട് ടൂറിൽ. 1 മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ടൂറിനുള്ളത്. അവർക്കെല്ലാം ആ അവധിക്കാല വീട്ടിൽ താമസിക്കാം. ടോട്ടോചാനെ അവളുടെ അമ്മ ടൂറിന് വിടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ടോട്ടോചാനിൻ്റെ ഹെഡ് മാസ്റ്റർ അവളുടെ അമ്മയ്ക്ക് ടൂറിനെ പറ്റിയുള്ള കത്തയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ അവൾക്ക് ടൂറിന് പോകാൻ അനുവാദം കൊടുത്തു. എല്ലാ കുട്ടികളും ടൂറിന് പോകാൻ റെഡിയായി വന്നപ്പോൾ ഹെഡ് മാസ്റ്റർ അവരോട് പറഞ്ഞു അവർ ട്രെയിനിലും കപ്പലിലും യാത്ര ചെയ്യുമെന്ന്. വേറെ നിർദ്ദേശങ്ങളൊന്നും അദ്ദേഹം കൊടുത്തില്ല. പക്ഷേ കുട്ടികൾ ട്രെയിനിൽ നന്നായാണ് പെരുമാറിയത്. പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയൊന്നും ടോമോ വിദ്യാർത്ഥികളോടൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സ്കൂൾ ജീവിതം അവർക്ക് ആവശ്യമായ എല്ലാ നല്ല സ്വഭാവവും പെരുമാറ്റ രീതികളും നൽകിയിരുന്നു. അവർ ആരെയും ദേഷ്യപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അതിലേറ്റവും അതിശയിപ്പിച്ചത് ടോട്ടോചാൻ ആയിരുന്നു. കാരണം അവളുടെ പഴയ സ്കൂളിൽ മഹാകുസൃതിയായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പോലും അവൾ ജനൽ കൂടി പുറത്തേക്ക് വഴിയിൽ നിൽക്കുന്ന ആളുകളോട് കുശലം പറയുമായിരുന്നു. പക്ഷേ ടോമോയിൽ വന്നപ്പോൾ അവൾ നല്ല കുട്ടിയായി. ക്ലാസ്സുകൾ ശരിയായി കേട്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു. അവളുടെ ഏതെങ്കിലും പഴയ സ്കൂളിലെ ടീച്ചർ അവളെ കണ്ടാൽ പറയും ഇവൾ ടോട്ടോചാനല്ല എന്ന്. കാരണം അവൾ അത്രയ്ക്ക് മാറിയിരുന്നു. നമാസു എന്ന സ്ഥലത്ത് വെച്ച് അവർ കപ്പലിൽ കയറി. കപ്പൽ വലുതല്ലായിരുന്നു, പക്ഷേ കുട്ടികൾ നല്ല സന്തോഷത്തിലായിരുന്നു. കടൽ ശോഭിച്ചപ്പോൾ ടോട്ടോചാനും മറ്റുള്ളവർക്കും ഛർദ്ദിക്കാൻ തോന്നി. പക്ഷേ ഒരു മുതിർന്ന കുട്ടി ചെയ്ത പ്രവർത്തികൾ എല്ലാവരെയും ചിരിപ്പിച്ചു. ടോയിൽ സ്പാ ഒരു ശാന്തമായ സുന്ദരമായ ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിനു ചുറ്റും മരങ്ങളുള്ള കുന്നുകളുണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം അധ്യാപകർ കുട്ടികളെ കടലിലേക്ക് നീന്താൻ കൊണ്ടുപോയി. കടലിലുള്ള ഹോട്ട് സ്പ്രിംഗ് ആയിരുന്നു ഏറ്റവും അസാധാരണമായത്. ഹോട്ട് സ്പ്രിങ്ങിനെ കടലിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹോട്ട് സ്പ്രിംഗ് ഉള്ള സ്ഥലത്തിനടുത്ത് മുട്ടുകുത്തിയിരുന്നാൽ കഴുത്തുവരെ ചൂടുവെള്ളം വരുമായിരുന്നു. നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് പോലെയായിരുന്നു അവിടെ. കടൽ തീരം ഒഴിഞ്ഞിരുന്നതിനാൽ അവർക്ക് സ്വന്തമായ തീരമുള്ളതുപോലെ തോന്നി. അവർ കടലിൽ നീന്തി സന്തോഷിച്ചു. വൈകുന്നേരമായപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കുറേ നേരം കടൽ വെള്ളത്തിൽ നീന്തിയതിനാൽ അവരുടെ വിരലുകൾ ഉപ്പുവെള്ളത്തിൽ ചുളിഞ്ഞിരുന്നു. രാത്രിയിൽ അവർ പേടിക്കഥകൾ പറയുമായിരുന്നു. അത് ടോട്ടോചാനെയും ചെറിയ കുട്ടികളെയും ഭയപ്പെടുത്തി. എന്നാൽ അവർ വീണ്ടും അത് പറയാൻ ആവശ്യപ്പെട്ടു. ഈ ട്രിപ്പ് മറ്റ് സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇതൊരു യഥാർത്ഥ ജീവിതാനുഭവമായിരുന്നു. നിറയെ പ്രാണികളുള്ള കാടും ഐസ് വാങ്ങാൻ കഴിയുന്ന ഒരു കടയും അവിടെ ഉണ്ടായിരുന്നു. കടൽ തീരത്ത് ഒറ്റയ്ക്കിരുന്ന് ഒരു മരബോട്ടുണ്ടാക്കുന്ന ആളെ അവർ കണ്ടു. ഓരോ രാവിലെയും അവർ പോയി അയാൾ എത്ര മുന്നേറിയിട്ടുണ്ടെന്ന് നോക്കും. ആ മനുഷ്യൻ ടോട്ടോചാനിന് നീളമുള്ള ചുരുണ്ട ഒരു മരക്കഷ്ണം കൊടുത്തു. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാറായപ്പോൾ ഹെഡ് മാസ്റ്റർ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ ഇതുവരെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് സന്തോഷമായി.
കുട്ടികൾ നിരന്നു നിന്നു. ഹെഡ് മാസ്റ്റർ ക്യാമറ റെഡിയാക്കി. അപ്പോഴേക്കും ഒരു കുട്ടിക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കുറച്ച് സമയമെടുത്തു. അവസാനം ഫോട്ടോ എടുത്തു. കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കുട്ടിയും അവനിഷ്ടമുള്ള രീതിയിൽ പോസ് ചെയ്തു. ഓരോരുത്തർക്കും ആ ഫോട്ടോ വലിയ വിലപ്പെട്ട നിധി പോലെയായിരുന്നു. അതിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഓർമ്മകൾ ഓടിയെത്തും. ഇത് ടോട്ടോ ചാൻ്റെ ആദ്യത്തെ സമ്മർ വെക്കേഷനായിരുന്നു. അവൾക്ക് ഈ യാത്രയുടെ ഓർമ്മകൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതിൽ നീന്തൽ, പേടിക്കഥകൾ, പുതിയ മനുഷ്യരെ കണ്ടുമുട്ടൽ, അസാധാരണമായ ഹോട്ട് സ്പ്രിംഗ് അനുഭവം എന്നിവ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതവൾ ഒരിക്കലും മറക്കില്ല.